നമസ്കാരം. വനവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്നതാണ് പന്തപ്ര കോളനി. നമ്മൾ മുമ്പ് പന്തപ്രയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മാമലക്കണ്ടം, ഏണിപ്പാറ, എളമ്പ്ലാശ്ശേരി എന്നീ സ്ഥലങ്ങളിലേക്കാണ്. അപ്പോൾ ഈ വഴിയാണ് നമ്മുടെ ഉല്ലാസയാത്ര KSRTC ഒക്കെ പോകുന്നത്. ഇവിടുന്ന് ഇനി വനമാണ് കേട്ടോ. ഈ കോളനി കഴിഞ്ഞാൽ പിന്നെ മേളിലേക്ക് വനമാണ്. മാമലക്കണ്ടം ഭയങ്കര ടൂറിസം മേഖലയാണ്. അതിനോട് ചേർന്ന് ഉള്ള സെറ്റിൽമെൻറ്റുകളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ നമുക്ക് മാമലക്കണ്ടം പോകാം. അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള വളരെ മനോഹരമായ കാഴ്ചകളും അതിനുശേഷം നമുക്ക് ആ സെറ്റിൽമെൻറ്റിലെ കാഴ്ചകളും കാണാം. ഇതാണ് മാമലക്കണ്ടം അടിമാലി മൂന്നാർ റൂട്ട്. നമ്മൾ ഈ കോൺക്രീറ്റ് വഴി ഇതിലെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകാം. നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് കാണുന്ന ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ റൂട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കലുങ്കാട്ടോ ഇത്. അപ്പോൾ കലുങ്കിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇതേ താഴെ തോട്ടിക്കട ഇപ്പോൾ താൽക്കാലികമായിട്ടൊരു വഴിയുണ്ട് കേട്ടോ. അപ്പം വലിയ വാഹനങ്ങൾ പാലത്തിലൂടെ പോകില്ല എന്നുള്ളൂ. ഇപ്പോൾ മഴക്കാലം അല്ലാത്തതുകൊണ്ട് ഇതിൽ ഇറങ്ങി കിടന്നു പോകാം. അപ്പോൾ നമ്മൾ ഇനി ചെല്ലുന്നത് ഒരു പാറയിലേക്കാട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ അങ്ങനെ കരയൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. കാട്ടാനശല്യമൊക്കെ വളരെ രൂക്ഷമായിട്ടുള്ളൊരു റൂട്ടാട്ടോ ഇത്. ബസ്സൊക്കെ ഓടുന്ന വഴിയാണ്. എന്നാലും വഴിയൊക്കെ ഇപ്പം ഈ വലിയ വണ്ടികൾ ഓടുന്നതുകൊണ്ട് ഇത്തിരി മോശമാണ്. എന്നാലും പുറമേ നിന്ന് വരുന്ന ആളുകൾക്ക് കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു റൂട്ട് തന്നെയാണിത്. മാമലക്കണ്ടം ശരിക്കും വളരെയധികം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസം മേഖലയാണ്. അപ്പോൾ അവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ പാറയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തോടും വെള്ളച്ചാട്ടവും എല്ലാം കൂടെ കൂടിയൊരു സ്ഥലമാണ്. ആളുകൾക്ക് വന്ന് വാഹനങ്ങളൊക്കെ ഒതുക്കി വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ പറ്റിയൊരു പ്ലേസാണ്. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് അതുപോലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതുകൊണ്ട് ഇവിടെ പഞ്ചായത്തിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആസ്വദിക്കാൻ വരുന്ന ആളുകൾ മാക്സിമം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മലിനമാകാതെ സൂക്ഷിക്കുക. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഇവിടെ വെള്ളം കുറവാണ്. വർഷക്കാലം ആയി കഴിഞ്ഞാൽ ഇവിടെ നല്ല വെള്ളച്ചാട്ടമാണ്, വെള്ളമൊഴുക്കാണ്. ഈ പാറ ഫുള്ള് പായലായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ നാടായതുകൊണ്ട് നമുക്കറിയാവുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ പുറമേ നിന്ന് വരുന്നവരൊക്കെ മാക്സിമം മഴക്കാലത്ത് പ്രത്യേകിച്ച് ഇങ്ങോട്ട് അധികം താഴേക്ക് ഇറങ്ങി വരാതെ ഇരിക്കുക. ഇനി ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ ആൾതാമസമുള്ള സ്ഥലമായി. പക്ഷെ അവിടെ വരെ നല്ല കയറ്റോ, കുത്തു കയറ്റോ.
നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലമാണ് ഏണിപ്പാറ, മേട്ടനാമ്പാറ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇത് ശരിക്കും സെറ്റിൽമെൻ്റ് ആണ്, ട്രൈബൽ സെറ്റിൽമെൻ്റ് ആണ്. മേളിലേക്ക് പോകുന്നതാണ് മാമലക്കണ്ടം, താഴേക്ക് പോകുന്നത് ഏണിപ്പാറ, ആൾ താമസമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതാണ് മാമലക്കണ്ടത്തെ ഒരു ടൂറിസം പ്ലേസായ ഉരുളക്കുഴി വെള്ളച്ചാട്ടവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും. ഇവിടെ 1-2 റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ, ഓഫ് റോഡ് സർവീസ് ഒക്കെ ഉണ്ട്. ഇത് ജീപ്പ് ഇറങ്ങി വരുന്നുണ്ട് അവിടെ. നമ്മൾ ഉരുളക്കുഴി വെള്ളച്ചാട്ടം കണ്ടിട്ട് എളംപ്ലാശ്ശേരിക്ക് പോവാണ്, ട്രൈബൽ സെറ്റിൽമെൻറ്റിലേക്ക്. അതിൻ്റെ ആ പോകുന്ന വഴിക്കാണ് ആ പ്രശസ്തമായ മാമലക്കണ്ടം സ്കൂള്. അപ്പോൾ ഇവിടെ മുതലാണ് നമ്മുടെ എളംപ്ലാശ്ശേരി കൂടി ആരംഭിക്കുന്നത്. ഈ വഴി തന്നെയാണ് കുറത്തിക്കുടിയിലേക്കുള്ള യാത്രാമാർഗവും. അപ്പോൾ ഇനി നമുക്ക് ആ സെറ്റിൽമെൻറ്റിലെ കുറച്ച് കാഴ്ചകളും കൂടെ കാണാം. അപ്പോൾ ഇവിടെ വരെയുള്ളൂ എളംപ്ലാശ്ശേരിയിലെ ജനവാസ മേഖല. ഇത് കഴിഞ്ഞിട്ട് ഈ വഴി പോകുന്നത് ഫുള്ള് വനത്തിലൂടെയാണ്. ഏകദേശം ഒരു 5-8 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് കുറത്തിക്കുടി. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മുടെ യാത്രകൾ വനത്തിനുള്ളിലുള്ള ട്രൈബൽ കുടികളിലേക്കായിരിക്കും. അങ്ങോട്ട് ബൈക്കിനൊന്നും നമുക്ക് പോകാൻ നടക്കില്ല, എല്ലാം ജീപ്പ് മാത്രം പോകുന്ന വനത്തിനുള്ളിലുള്ള കോളനികളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കൂടുതൽ വീഡിയോസ് കാണുവാനായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.